നമ്മൾ പുകവലി ചെയ്യുന്ന ആണുങ്ങൾക്ക് കൂടുതൽ കണ്ടുവരുന്ന ലങ് ക്യാൻസറിനെ പോലെ കോമണുമല്ല. 30 മുതൽ 50 വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് നമ്മളിത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ മക്കളുടെയോ നമ്മുടെയോ ടെസ്റ്റിസ് എങ്ങാനും വലുതാകുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഹൈഡ്രോസീലായിരിക്കും. എന്നാൽ ഹൈഡ്രോസീൽ അല്ലാതെ തന്നെ വരും, അത് അല്പം വീർത്ത് വരും. അപ്പോൾ ഈ വീർത്ത് വരുന്ന സമയത്ത് അത് ഡോക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തുക. അവരത് എക്സാമിൻ ചെയ്യും, അവർ ടെസ്റ്റ് ചെയ്യും, ഇതിൻ്റെ ഹോർമോണൽ ലെവൽസൊക്കെ കണ്ടുപിടിക്കും. അതുപോലെ 2 തരം ട്യൂമേഴ്സാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്ന് ജേം സെല്ലും മറ്റേ നോൺ ജേം സെല്ലും. ഇതിനകത്ത് സെമിനോമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഒരാളുടെ ടെസ്റ്റിസ് ഒരാളുടെ ടെസ്റ്റിസ് രണ്ടും ഒന്നുപോലെ ഇരിക്കുകയില്ല. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺഡിസെൻഡഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നാൽ ഒരിക്കലും താഴെ ഇൻകനൽ കനലിൽ ഇറങ്ങി വരാത്ത ടെസ്റ്റിസിൽ ഒരു 20% ആൾക്കാരിൽ ഇത് കൂടി വരും. അതുപോലെ പിന്നെ ചില ഹോർമോണൽ പ്രവർത്തനങ്ങൾ കൊണ്ട്, അതുപോലെ ഇങ്ങനെയുള്ള ചില ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളിൽ അത് കാണാനായിട്ട് പറ്റും. ഇത് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ ഇത് CT സ്കാനും അതുപോലെല്ലാം ചെയ്ത് എവിടെയെല്ലാമായിരിക്കുന്നത് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് ഓർക്കിയോപെക്സി ചെയ്യണം. ഓർക്കിയോപെക്സി അല്ല, ഓർക്കിഡക്ടമി ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് എടുത്ത് മാറ്റുക. അതിൻ്റെ കനാലിൽ ഉള്ള ആ കോഡ് സമേതം എല്ലാം അങ്ങ് എടുത്ത് മാറ്റുക. അല്ലാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് ബയോപ്സി എടുത്ത് പിന്നെ അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ല, അത് കംപ്ലീറ്റ് അങ്ങ് എടുത്ത് കളയുക. അല്ലെങ്കിൽ വേറെ കാര്യം പറഞ്ഞാൽ ഇത്